നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും എന്ന് നോക്കാം. ആദ്യം മാതൃഭൂമിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത കള്ളൻ അയലത്തെ അദ്ദേഹം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് വളപട്ടണം മനയിലെ അരിമൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി അയൽക്കാരൻ CP ലിജേഷാണ്. 45 വയസ്സ്. ഞായറാഴ്ച രാത്രി അറസ്റ്റിലായ ലിജേഷിന്റെ വീട്ടിൽ നിന്ന് 1,21,43,000 രൂപയും 267 പവൻ സ്വർണ്ണാഭരണങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തു എന്നുള്ളതാണ് വാർത്ത. ആ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ടുള്ള സ്കെച്ചുകൾ വാർത്തയുടെ വലതുഭാഗത്തായി നൽകിയിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളായി അദ്ദേഹം എങ്ങനെയാണ് മോഷണം നടത്തിയെന്നുള്ളതിൻ്റെ വിശദവിവരങ്ങളാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ഇടതുഭാഗത്തായി ആലപ്പുഴയിൽ ഇന്നലെ നടന്ന അപകടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ആലപ്പുഴയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 മരണം, എല്ലാവരും 1-ാം വർഷ MBBS വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് തലക്കെട്ട്. ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരിക്ക് സമീപം KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. 6 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ MBBS വിദ്യാർത്ഥികളായ ആയുഷ് ഷാജി, ദേവാനന്ദൻ, മുഹമ്മദ് ജബ്ബാർ, മുഹമ്മദ് ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ മാതൃഭൂമി നൽകിയിട്ടുള്ളത് സുപ്രീം കോടതി സർക്കാരിന് തിരിച്ചടി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തലക്കെട്ടും അത്തരത്തിൽ തന്നെയാണ്. സുപ്രീം കോടതിയിലും സർക്കാരിന് തിരിച്ചടി എന്നുള്ളതാണ് തലക്കെട്ട്. അതായത് ചെങ്ങന്നൂർ MLA ആയിരിക്കെ മരിച്ച KK രാമചന്ദ്രൻ നായരുടെ മകൻ R പ്രശാന്തിൻ്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ശരിവെച്ചു സുപ്രീം കോടതി. മുൻ MLAയുടെ മകന് എങ്ങനെയാണ് ആശ്രിത നിയമനം നൽകുന്നതെന്ന് കോടതി ചോദിച്ചു. നിയമനം റദ്ദാക്കിയതിനെതിരെ പ്രശാന്തും സംസ്ഥാന സർക്കാരും നൽകിയ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി കനത്ത മഴയാണ് ഇപ്പോൾ. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി നൽകിയിട്ടുള്ളത് ട്രിവാൻഡ്രം ക്ലബ്ബ് ഇനി സർക്കാർ വക, തിരിച്ചുപിടിക്കാൻ ഉത്തരവ്. തലസ്ഥാനത്തെ പ്രമുഖ അംഗങ്ങളുള്ള ട്രിവാൻഡ്രം ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന വഴുതക്കാട്ടെ സ്ഥലം തിരിച്ചുപിടിക്കാൻ സർക്കാർ ഉത്തരവ്. ഇതിന്റെ ഭാഗമായി ഭൂമിയുടെ തണ്ടപ്പ് റദ്ദാക്കി. ഈ ഭൂമിയുടെ അവകാശം സ്ഥാപിക്കുവാനുള്ള പ്രമാണം ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കാൻ ക്ലബ്ബ് അധികൃതർക്ക് സാധിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് നൽകിയിട്ടുള്ള കാർട്ടൂൺ മുൻ MLAയുടെ മകൻ്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചതുമായി ബന്ധപ്പെട്ട കാർട്ടൂണാണ്. പിണറായി വിജയൻ ചാനൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂണാണിത്. സർക്കാരിന് തിരിച്ചടി എന്ന പത്രവാർത്ത നിലത്ത് കിടക്കുന്നു. ആശ്രിത വാത്സല്യത്തിനേറ്റ തിരിച്ചടി എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ഇന്ന് പറഞ്ഞു വെക്കുന്ന വാർത്തകൾ ഇതെല്ലാമാണ്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ മലയാള മനോരമ നൽകിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. മനോരമയും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മാതൃഭൂമി നൽകിയതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടിയാണ് മലയാള മനോരമ ഈ വാർത്ത നൽകിയിട്ടുള്ളത്. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ളതാണ് പ്രധാന തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അപകടം ആലപ്പുഴ കളർകോട് കാറും ബസ്സും കൂട്ടിയിടിച്ച് മരിച്ചത് 1-ാം വർഷ വിദ്യാർത്ഥികൾ. കാറിലുണ്ടായിരുന്ന മറ്റ് 6 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക്. ദുരന്തം രാത്രി 9:20 കനത്ത മഴയ്ക്കിടെ എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ള തലക്കെട്ട്. വലതുഭാഗത്ത് KSRTC ബസ്സും അതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനവും കൂട്ടിയിടിച്ച് തകർന്നു കിടക്കുന്ന ചിത്രം വലതുഭാഗത്തായി നൽകിയിട്ടുണ്ട്. ദേശീയപാത 66 ആലപ്പുഴ കളർകോടിന് സമീപം കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൻ്റെ ചിത്രമാണ് വലതുഭാഗത്ത് വലുതായി നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകിയിട്ടുള്ളത് പാർലമെന്റ് ഭരണഘടന ചർച്ച ചെയ്യാമെന്ന് സർക്കാർ, നയതന്ത്രം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ലോക്സഭയിൽ 13-നും 14-നും ചർച്ച, രാജ്യസഭയിൽ 16-നും 17-നും. അദാനി വിഷയത്തിൽ ചർച്ചയില്ല, പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് മറ്റ് ഉപതലക്കെട്ടുകളായി അതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. അദാനിക്കെതിരായ അഴിമതി ആരോപണം, സമ്പൽ സംഘർഷം എന്നിവയടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 5 ദിവസമായുള്ള സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം പാർലമെന്റിന് മഞ്ഞുരുക്കം. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുസഭകളിലും ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. ഭരണഘടനയെക്കുറിച്ച് ലോക്സഭയിൽ 13, 14 തീയതികളിലും രാജ്യസഭയിൽ 16, 17 തീയതികളിലും ചർച്ച നടക്കും എന്നുള്ളതാണ് ആ വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമ നൽകുന്നത് ട്രോളി ബാഗ് വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ട്രോളി ബാഗിലെ കള്ളപ്പണം ഷൂ എന്ന് പോലീസും
എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അതായത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ കോൺഗ്രസ് നേതാക്കൾ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന ആരോപണം പോലീസ് തള്ളി. തെളിവില്ലെന്നും തുടരന്വേഷണം ആവശ്യമില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ വിജയകുമാർ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന് റിപ്പോർട്ട് നൽകി. അതേസമയം അധിക്ഷേപത്തിനെതിരെ നിയമ പോരാട്ടവുമായി UDF മുന്നോട്ട് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് KK രാമചന്ദ്രൻ നായരുടെ മകന്റെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കി എന്നുള്ള വാർത്തയാണ്. ആ വാർത്ത മാതൃഭൂമി പ്രാധാന്യത്തോടെ നൽകുന്നു. മനോരമ താഴെ വലതുഭാഗത്തായി കുറച്ചുകൂടി പ്രാധാന്യത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിൽ R പ്രശാന്തിൻ്റെ അഭിപ്രായമൊക്കെ അതിൽ പറയുന്നുണ്ട്. MLA ആയിരിക്കും അന്തരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ സർവീസിൽ നിയമനം നൽകുന്നത് ആദ്യത്തെ സംഭവമല്ല. CPM നേതാവ് പാട്യം ഗോപാലിൻ്റെ ഭാര്യ, കേരള കോൺഗ്രസ് നേതാവ് KM ജോർജിൻ്റെ മകൻ, പുല്ലൂർ MLA ആയിരുന്ന സാം ഉമ്മൻ്റെ ഭാര്യ, റാന്നി MLA ആയിരുന്ന സണ്ണി പനവേലിൻ്റെ മകൾ, മുൻ മന്ത്രി VK രാജൻ്റെ മകൻ എന്നിവർക്ക് ആശ്രിത നിയമനം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർവാദമായി നൽകിയിട്ടുള്ളത്. വൈദ്യുതി നിരക്ക് വർധനവ് ഉടൻ എന്ന തലക്കെട്ടോടുകൂടി മനോരമ മറ്റൊരു വാർത്ത നൽകുന്നു. അതായത് വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിക്കുവാൻ പോവുകയാണ്, വർധനയില്ലാതെ മറ്റ് വഴിയില്ലെന്ന് മന്ത്രി. യൂണിറ്റിന് 34 പൈസ കൂട്ടണമെന്ന് KSEB. അന്തിമ തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ്റേത്. അതായത് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് ഉടൻ കൂട്ടും, നിരക്ക് വർധനയില്ലാതെ മറ്റു വഴിയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ജലവൈദ്യുതി പദ്ധതികളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തത് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി എന്നുള്ളതാണ് അതിന് പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത്. ഇടതുഭാഗത്തായി മനോരമയുടെ കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള വിഷയം, സാമുദായിക അടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ IAS ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്, വേണമെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ കാർട്ടൂണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മധു മുല്ലശ്ശേരിയെ CPM പുറത്താക്കും എന്ന തലക്കെട്ടോടുകൂടി മറ്റു പ്രധാനപ്പെട്ട വാർത്ത മനോരമ നൽകുന്നു. CPM മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങി പാർട്ടി വിടുമെന്ന് പ്രഖ്യാപിച്ച മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തു എന്ന വാർത്തയാണ് മലയാള മനോരമ വലതുഭാഗത്ത് ചെറുതായി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. ഇനി മാധ്യമത്തിലേക്ക് കിടക്കുമ്പോൾ മാധ്യമവും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആലപ്പുഴയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 5 മരണം, മരിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അത് ഇടതുഭാഗത്ത് വലിയ പ്രാധാന്യം നൽകുന്നു. KSRTC ബസ്സിൻ്റെയും അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെയും ചിത്രങ്ങൾ, 2 വാഹനങ്ങളുടെ ചിത്രങ്ങൾ അടുത്തടുത്തായി നൽകിയിട്ടുണ്ട്. അത്രമേൽ സങ്കടങ്ങളുടെ ആരോമലിൻ്റെ സഹനയാത്ര എന്ന മറ്റൊരു വാർത്ത ഒരു ഹ്യൂമൻ സ്റ്റോറിയാണ് വലതുഭാഗത്ത് നൽകിയിട്ടുള്ളത്. വേദനകളൊന്നും മായില്ലെങ്കിലും ആരോമൽ അതിജീവനത്തിൻ്റെ പാതയിലാണ്. സെറിബ്രൽ പൾസ് രോഗബാധിതനായി ആദിക്കാട്ടുകുളങ്ങര ബിന്ദു ഭവനത്തിൽ ആരോമൽ കൃഷ്ണൻ 2ാം ജന്മത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ നവംബർ 15-നായിരുന്നു പിതാവ് സതീഷ് ആരോമലിന് വിഷം നൽകിയ ശേഷം ആത്മഹത്യ ചെയ്തത്. ഈ സമയം വീട്ടിലെത്തിയ മാതാവ് ബിന്ദുവും നാട്ടുകാരും ചേർന്ന് സതീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നീടുള്ള ദിനങ്ങൾ ആരോമലിന് കൈപ്പേറിയതായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലും അടൂർ സർക്കാർ ആശുപത്രിയിലുമായി നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ജീവൻ തിരിച്ചു കിട്ടി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയത് എന്ന ഒരു വാർത്ത, ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത വലതുഭാഗത്ത് മാധ്യമത്തിൻ്റെ ആധിപത്യത്തിൽ നൽകുന്നു. അദാനിയിൽ ഭിന്നത, ഭരണഘടനയിൽ ഐക്യം, പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാൻ സമവായം എന്ന തലക്കെട്ടോടുകൂടി രാജ്യസഭയിലും ലോക്സഭയിലും അദാനിയുടെ വിഷയങ്ങളടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ള വാർത്ത മാധ്യമവും നൽകുന്നു. അതിൽ അദാനിക്കെതിരെ കോൺഗ്രസ് മാത്രം എന്ന തലക്കെട്ടോടുകൂടി ഒരു പ്രത്യേക കോളവും നൽകിയിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് നീന ട്രോളി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പോലീസ് ആ വിഷയത്തിൽ തെളിവില്ലാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ വാർത്ത നൽകുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, നീല ട്രോളിയിൽ തെളിവ് കണ്ടെത്താനായില്ലെന്ന് പോലീസ് എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. അതിൻ്റെ തന്നെ വലതുഭാഗത്തായി വളപട്ടണത്തിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. വളപട്ടണത്തെ വൻ കവർച്ച, അയൽവാസി അറസ്റ്റിൽ, നഷ്ടപ്പെട്ട 267 പവനും 1.21 കോടിയും കണ്ടെത്തി എന്നുള്ളതാണ് ആ വാർത്ത. വടക്കൻ കേരളത്തിൽ കനത്ത മഴയുണ്ടാകുമെന്ന മാധ്യമവും പറയുന്നുണ്ട്. ഇടതുഭാഗത്തായി തമിഴ്നാട്ടിൽ ഉരുൾപൊട്ടൽ 7 മരണമെന്ന വാർത്ത അങ്ങനെ മറ്റ് പത്രങ്ങളിലൊന്നും വലിയ പ്രാധാന്യത്തോടെ കാണാത്തൊരു വാർത്തയാണ്. പക്ഷേ മാധ്യമം ഇടതുഭാഗത്ത് ചെറിയ കോളത്തിൽ നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ, മലപ്പുറം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ മഴ കാരണമെന്ന് അവധി എന്ന വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട് മാധ്യമം. അടുത്തത് ദീപികയാണ്. ദീപികയിലും ഇന്ന് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ആലപ്പുഴയിൽ വാഹനാപകടം, 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു, കനത്ത മഴയിൽ കാഴ്ച മറഞ്ഞത് അപകട കാരണം എന്നുള്ള ഒരു പ്രധാന പോയിന്റ് ദീപിക എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഇനി ഇടതുഭാഗത്തായി, ആ വാർത്തയുടെ തന്നെ ഇടതുഭാഗത്തായി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ കിട്ടാതായിട്ട് 40 മാസം, ആശ്വാസമാകാതെ ആശ്വാസകിരണം. ആശ്വാസകിരണം പദ്ധതി സത്യത്തിൽ വേണ്ടവർക്ക് കൃത്യമായി എത്തുന്നില്ല എന്ന ഒരു
വാർത്തയാണ് ദീപിക നൽകുന്നത്. കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് ആശ്വാസകരണം പദ്ധതിയിൽ സർക്കാർ നൽകി വരുന്ന പെൻഷൻ മുടങ്ങി 40 മാസമായി തുക വിതരണം ചെയ്യാത്ത ഗ്രാമപഞ്ചായത്തുകളുണ്ട്. പ്രതിമാസം 600 രൂപയാണ് കിടപ്പിലായ ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് പെൻഷനായി ലഭിക്കുന്നത്. ആ തുകയാണ് 40 മാസമായി ചില പഞ്ചായത്തുകളിൽ മുടങ്ങിക്കിടക്കുന്നത്. ഇനി വലതു ഭാഗത്തായി പാർലമെന്റിൽ ഭരണഘടന ചർച്ച ചെയ്യും, അദാനി മണിപ്പൂർ സംബാൽ വിഷയങ്ങളില്ല എന്നുള്ള വാർത്ത വലതു ഭാഗത്ത് വലിയ പ്രാധാന്യമില്ലെങ്കിൽ പോലും ചെറിയൊരു പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് ദീപിക. മറ്റ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് വൈദ്യുതി നിരക്ക് വർധനവ് ഈ ആഴ്ച ഉണ്ടായേക്കുമെന്നുള്ള വാർത്തയാണ്. അത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണവും കൂടെ ചേർത്തുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. വലതു ഭാഗത്തായി സർക്കാരിൻ്റെ ഹർജി സുപ്രീം കോടതി തള്ളി, MLAയുടെ മകന് എങ്ങനെ ആശ്രിത നിയമനം നൽകുമെന്ന വാർത്ത ദീപികയും റിപ്പോർട്ട് ചെയ്തിട്ട് അതിൽ സുപ്രീം കോടതിയുടെ കുട്ട് പിണറായി വിജയൻ്റെ തലക്കിട്ട് കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു കാർട്ടൂൺ കൂടി അതിനോടൊപ്പം നൽകുന്നു. ദീപിക ആദ്യ പേജിൻ്റെ ആദ്യ ഇടത്തിൽ തന്നെ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നീലപ്പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നീലപ്പെട്ടി വിവാദം പൊട്ടി, തെളിവില്ലെന്ന അന്വേഷണ സംഘം, തുടരന്വേഷണം ആവശ്യമില്ലെന്ന് DYSP റിപ്പോർട്ട് നൽകി. ദീപിക ആ വാർത്തയ്ക്ക് വലിയ ഇടം നൽകിയിട്ടുണ്ട് ആദ്യ പേജിൽ തന്നെ. ഇനി വളപട്ടണത്തെ അരിവ്യാപാരിയുടെ വീട്ടിലെ കവർച്ച, അയൽവാസി അറസ്റ്റിൽ നിന്ന് തലക്കെട്ടോടുകൂടി വളപട്ടണത്തെ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകുന്നുണ്ട്. പോലീസ് പിടിച്ചെടുത്ത 2 കോടി രൂപയും അതിനോടൊപ്പം തന്നെ സ്വർണവും ദൃശ്യങ്ങളിൽ കാണാം. ലിജേഷ് എന്ന അയൽവാസിയുടെ ദൃശ്യവും വാർത്തയോടൊപ്പം നൽകുന്നുണ്ട്. ഇനി മാവേലി നാട് എന്ന ദീപികയുടെ കാർട്ടൂൺ പരമ്പരയിൽ രാജു നായർ തയ്യാറാക്കിയ കാർട്ടൂണിൽ CPM-നെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയവരെത്തുന്നു എന്ന് EP ജയരാജൻ്റെ വാദത്തിൽ തുടർന്നുള്ള കാർട്ടൂണാണ്. ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിയും സംശയത്തിൻ്റെ മുൾമുനയിലാണെന്ന് ചുരുക്കം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. അടുത്ത ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയും KSRTC ബസ്സും മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വാഹനവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിന് പ്രാധാന്യം നൽകുന്നു. KSRTC ബസ്സിൽ കാറിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. KSRTC ബസ്സിലേക്കാണ് കാറ് കൊണ്ടുവന്ന് ഇടിച്ചതെന്നത് തലക്കെട്ടിൽ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട് ദേശാഭിമാനി. ആലപ്പുഴ കളർകോട് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് തകർന്ന കാറിൻ്റെ ദൃശ്യം നൽകുന്നു. എന്നാൽ KSRTC ബസ്സിൻ്റെ ദൃശ്യം നൽകിയിട്ടില്ല. കരുവന്നൂർ കേസിൽ ഹൈക്കോടതിക്കും സംശയം, ED നീക്കം പൊളിഞ്ഞു. അരവിന്ദാക്ഷനും ജിൽസിനും ജാമ്യം, ഇരുവരും കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടെന്ന് കോടതി. ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത മറ്റൊരു പത്രത്തിലും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുണ്ട്. കരുവന്നൂർ വിഷയം ഇടതുപക്ഷത്തെ കാര്യമായി വലച്ച ഒരു വിഷയമായിരുന്നു. ആ വിഷയത്തിൽ കോടതിക്കും ചില സംശയങ്ങളുണ്ട് എന്ന തരത്തിലേക്കാണ് ദേശാഭിമാനി ആ വാർത്തകൾ നൽകിയിട്ടുള്ളത്. ഇനി വലതുഭാഗത്ത് ആ വാർത്തയുടെ തന്നെ വലതുഭാഗത്തായി ചുഴലിക്കാറ്റ്, വടക്കൻ കേരളത്തിൽ ഇന്നുകൂടി അതിശക്ത മഴ, 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 3ഇടത്ത് യെല്ലോ അലേർട്ട്. ഫെയ്ഞ്ചൽ ഇന്ന് വടക്കൻ കേരളത്തിനും കർണാടകത്തിനും മുകളിലൂടെ അറബിക്കടലിലെത്തും. 4 ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. തോരാമഴയിൽ 21 മരണം. തമിഴ്നാട്ടിൽ 1,29,000 ഹെക്ടർ കൃഷി വെള്ളത്തിനടിയിലായി എന്നുള്ള വാർത്ത വലതുഭാഗത്തായി നൽകുന്നു. മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ, BJP ജില്ലാ പ്രസിഡന്റ് കാറിൽ 1.5 കോടി കടത്തി എന്നുള്ള വാർത്ത ദേശാഭിമാനി നൽകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എത്തിച്ച കള്ളപ്പണത്തിൽ 1.5 കോടി രൂപ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ കാറിൽ കടത്തിയതായി മുൻ ഓഫീസ് സെക്രട്ടറി തിരുവിൽ സതീഷ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കിലായി 9 കോടി രൂപ എത്തിച്ചത് ഞാൻ കണ്ടതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതുപോലെ തന്നെ വളപട്ടണത്തെ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ആ വാർത്തയുടെ വലതുഭാഗത്ത് ഇടം നൽകുന്നു. 1.21 കോടിയും 267 പവനും കണ്ടെടുത്തു. വളപട്ടണം കവർച്ച, അയൽവാസി അറസ്റ്റിൽ എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അത് നടുഭാഗത്ത് തന്നെ ഇടത് സൈഡിലായി നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പെരുങ്കള്ളൻ അയൽവാസി ലിജേഷ് വളപട്ടണത്ത് 267 പവനും 1.21 കോടിയും കവർന്ന പ്രതി കുടുങ്ങി എന്നുള്ള വാർത്ത കേരള കൗമുദി ആദ്യ പേജിൽ ആദ്യ ഇടത്ത് തന്നെ നൽകുന്നുണ്ട്. ഇന്ന് നാളെയും അതിശക്തമായ മഴ എന്ന സൂചന കേരള കൗമുദി നൽകുന്നു. 4 ജില്ലകൾക്ക് അവധിയാണെന്ന കാര്യവും പ്രത്യേകമായി നൽകുന്നുണ്ട്. ഭീമാപ്പള്ളി ഉറൂസ് ഇന്ന് പ്രാദേശിക അവധി എന്നുള്ള വാർത്തയ്ക്ക് കേരള കൗമുദി കുറച്ചുകൂടി പ്രാധാന്യം നൽകി ഇടം നൽകിയിട്ടുണ്ട്. ഭീമാപ്പള്ളി ഉറൂസിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. വീണ്ടും ഇരിട്ടടി എന്ന തലക്കെട്ടോടുകൂടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു. അതിൽ നിരക്ക് വർധനവ് എന്ന ഒരു പലകയുമായി
കെ കൃഷ്ണൻകുട്ടി എന്ന വൈദ്യുതി മന്ത്രി നിൽക്കുന്ന ഒരു ചിത്രം, ഒപ്പം സാധാരണക്കാരനായ ജനം KCBയുടെ ബില്ലുമായി അദ്ദേഹത്തിനോട് അരികിൽ നിൽക്കുന്ന ഒരു കാർട്ടൂണും എന്നോടൊപ്പം നൽകുന്നു. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് സതീശൻ പറയുന്നു. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും, ഇന്ന് വേണ്ട ഓമനാളെ എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മുൻ MLAയുടെ മകൻ്റെ ആശ്രിത നിയമനം സുപ്രീം കോടതിയും തള്ളി എന്നുള്ള വാർത്ത കേരള കൗമുദിയും നൽകുന്നു. അടുത്ത ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ സമ്മേളനത്തിനിടെ തമ്മിലടി, കലാപത്തിൽ മുങ്ങി CPM എന്നുള്ള തലക്കെട്ടോടുകൂടി ഉള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾക്ക് പിന്നാലെ ഏരിയ സമ്മേളനങ്ങളും വിഭാഗീയത രൂക്ഷമായതോടെ CPM പ്രതിസന്ധിയിൽ. ആഭ്യന്തര കലാപം തീവ്രമായതോടെ ഏരിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ തന്നെ നേതാക്കളും അണികളും പാർട്ടി വിടുകയാണ് എന്നുള്ളതാണ് ജന്മഭൂമി നൽകുന്ന വാർത്ത. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട വ്യാപക പ്രതിഷേധം എന്നുള്ള വാർത്ത ജന്മഭൂമി നൽകുന്നു. ചിന്മയ് പ്രഭുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും എന്ന ഒരു സ്പെഷ്യൽ കോളവും അടക്കം നൽകുന്നുണ്ട്. ഭാരതത്തിലേക്കുള്ള ഇസ്കോൺ സംഘത്തെ ബംഗ്ലാദേശ് തടഞ്ഞു. അഗർത്തലയിൽ നിന്നുള്ള ബസ്സിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തയും ജന്മഭൂമി നൽകുന്നുണ്ട്. വൈദ്യുതി നിരക്ക് വർധനവ് എന്ന തലക്കെട്ടോടുകൂടി വൈദ്യുതി നിരക്ക് വർദ്ധിക്കും എന്ന വാർത്തയും ഇടതുഭാഗത്ത് നൽകുന്നു. ഫെയ്ഞ്ചൽ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു എന്ന തലക്കെട്ടോടുകൂടി ഫെയ്ഞ്ചൽ മഴ സംസ്ഥാനത്ത് കടക്കുന്നു എന്ന വാർത്തയ്ക്ക് ഇടം നൽകുന്നുണ്ട്. വഖഫ് ഭീകരതയ്ക്ക് കോൺഗ്രസ് പിന്തുണ എന്ന തലക്കെട്ടോടുകൂടി വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനവും ബഹുജന റാലിയും CR മഹേഷ് MLAയുടെ പോസ്റ്റർ അതിനോടൊപ്പം നൽകുന്നുണ്ട്. SDPA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CR മഹേഷ് MLA എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതായത് SDPAയുടെ വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനത്തിന് കോൺഗ്രസ് പിന്തുണ. ഡിസംബർ 8-ന് കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിന് സമീപത്തെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ കോൺഗ്രസ് MLA CR മഹേഷ്. SDPA കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയാണ് സംഘാടകർ. ആ വാർത്തയിൽ നൽകിയിട്ടുള്ളത്. സർക്കാരിന് കനത്ത പ്രഹരം, മുൻ MLAയുടെ മകൻ്റെ ആശ്രിത നിയമനം സുപ്രീം കോടതി റദ്ദാക്കി എന്നുള്ള തലക്കെട്ടോടുകൂടി മുൻ MLAയുടെ മകൻ്റെ സർക്കാർ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയ വാർത്തയ്ക്ക് ഇടം നൽകുന്നു ജന്മഭൂമി. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.